മുഅ്മിനെ സൂറത്തുൽ ലുഖ്മാനാണ് നമ്മളിവിടെ വിശദീകരിച്ചു വരുന്ന സൂറത്ത്. എന്താ സൂറത്തിൻ്റെ പേര്? ലുഖ്മാൻ. അറിയാലോ, ഒരു ബാപ്പ മകന് നൽകിയ വിലപ്പെട്ട ഉപദേശങ്ങളാണ്. അതിങ്ങനെ വിശദീകരിച്ചു വരവേ നമ്മൾ പറഞ്ഞു, ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ ബുനയ്യ അഖിമിസ് സ്വലാത്ത വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ واصبر على ما صابك إن ذلك من عزم الأمور ولا تصغر خدك للناس ولا تمش في الأرض مرحا إن الله لا يحب كل مختال فخور. الله സ്വീകരിക്കട്ടെ. ഖുർആനിലെ ആയത്താണ്. ഓതുന്നതിന് കൂലിയാണ്, ഓതുന്നതിന് മാത്രമല്ല കേൾക്കുന്നതിനും കൂലിയാണ്. കേൾക്കുന്നതിനും കൂലിയാണ്, വലിയ കൂലിയാണ്. അള്ളാഹു ആ വലിയ കൂലിയൊക്കെ നമുക്ക് തരട്ടെ. ഇതുകൊണ്ടൊക്കെ എല്ലാവിധ സന്തോഷങ്ങളും അള്ളാഹു വിധിക്കട്ടെ. ബാപ്പ മകനോട് പറയുകയാണ്, യാ ബുനയ്യ, പൊന്നുമോൻ, എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാന കാരണം നിസ്കാരമാണത്. നേരത്തിനു നിലനിർത്തണം. മരണം വരെ കാൽമുട്ടും നെറ്റൊക്കെ നിലത്ത് വെച്ച് ഉള്ളോർമ്മയോടുകൂടെ നിസ്കരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ഇന്നും എന്നോട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചതിൽ ഒരു കാര്യം, ചിലപ്പോൾ ആവേശത്തിൽ പോയി ഉളൂക്കെടുക്കും, നിസ്കാരക്കുപ്പായോടും, പിന്നെ തോന്നും വേണ്ട, എന്തിനാണ് ഇപ്പി. നിങ്ങളിത് കേൾക്കുന്നുണ്ടോ? പ്രതീക്ഷയിൽ, ആശ്വാസത്തിൽ, ആവേശത്തോടെ ചെന്നിട്ട് ഉളു എടുത്ത് വരും, നിസ്കാര റൂമിലേക്ക് വരും, നിസ്കാരക്കുപ്പായം ഇടും, പിന്നെ കട്ടുമാടിരിക്കും, പിന്നെ തോന്നും വേണ്ട, എന്തിനാണിത്. അങ്ങനെ പല തവണ ഉളു എടുത്ത് വന്നിട്ട് നിസ്കാരക്കുപ്പായിട്ടതിന് ശേഷം നിസ്കാരക്കുപ്പായം നിസ്കരിക്കാതെ അയച്ചു വെച്ച അനുഭവം ഉണ്ട്. എന്താണാവോ അള്ളാഹു എനിക്ക് കണക്കാക്കിയത്? ഏത് ശൈത്താനാ എൻ്റെ മേത്തുള്ളത് എന്നറിയൂല. സങ്കടം പറഞ്ഞവരുണ്ട്. അള്ളാഹുവേ നീ സലാമത്ത് കൊടുക്കണേ റബ്ബേ, നീ റാഹത്ത് കൊടുക്കണേ റബ്ബേ. അടി കൊടുത്താലല്ലാതെ മകൻ നിസ്കരിക്കൂല. ആ സങ്കടവും ഇന്നിവിടെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. നിസ്കാരത്തിനോടൊരു വെറുപ്പ് തോന്നുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൽ നിന്ന് അങ്ങേയറ്റം അകന്നു പോകലാണ്. അള്ളാഹു കാക്കട്ടെ. ചിലപ്പോൾ ചില കാരണം കൊണ്ടൊക്കെ മറന്നുപോയി, കല ആയി, അങ്ങനെയൊക്കെ ഉണ്ടാവാം. ഇത് പൊതുവെ നിസ്കാരം എന്ന് കേൾക്കുന്നതിനൊരു വെറുപ്പ്, നിസ്കരിക്കാൻ പറയുന്നവരോടും വെറുപ്പ്, അങ്ങനെയൊക്കെ ഒരു അവസ്ഥ വരിക എന്ന് പറഞ്ഞാൽ ചെറിയ പരീക്ഷണാണോ? ആണോ? അല്ല. കാരണം മുത്തുനബിക്ക് അള്ളാഹു നേരിട്ട് കൊടുത്ത ഒരേ ഒരു ഇബാദത്ത് എന്തുമാത്രം ലല്ലേ? നിസ്കാരം മാത്രം. صريت من حرم ليلا إلى حرم كما صار البدر في تاج من الظلم مولاي صل وسلم للخلق كلهم وبت ترقى إلى أن نلت منزلة من قاب قوسين لم تدرك ولم ترمي مولاي للخلق كلهم. അങ്ങനെ അള്ളാഹു കൊടുത്ത ആ വലിയ സമ്മാനത്തോടെ ഒരാൾക്ക് പുച്ഛം തോന്നിക്കഴിഞ്ഞാൽ, അകൽച്ച തോന്നിക്കഴിഞ്ഞാൽ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ മക്കളെ കാക്കട്ടെ. മാതാപിതാക്കളെ, ഭാര്യയെ, ഭർത്താവിനെ, കുടുംബത്തെ അള്ളാഹു കാക്കട്ടെ.
സങ്കടത്തോടെ ചില മക്കൾ വന്നിട്ട് പറഞ്ഞെന്തറിയോ, ഉമ്മ ചെറുപ്പത്തിലൊക്കെ ഞങ്ങളോട് നല്ലോണം നിസ്കരിക്കാൻ പറയായിരുന്നു, ഇപ്പം ഉമ്മാക്കൊരു ചെന്നിൻ്റെ പ്രശ്നമുണ്ട്, നിസ്കരിക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് ഉമ്മാക്ക് ദേഷ്യം പിടിക്കാറ്. അതൊക്കെ ഒരു വേദനയാണ്. അള്ളാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ, അള്ളാഹു റാഹത്തിലാക്കട്ടെ. മരണം വരെ നമ്മളെ മേൽ നിസ്കരിക്കുമല്ലോ, നമ്മളെ മുന്നിൽ കിടത്തിയിട്ട് നിസ്കരിക്കൂലേ, അതുവരെ ആ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ വേണ്ട വിധം ശ്രദ്ധ പുലർത്താൻ അള്ളാഹു നമ്മളിൽ ഓരോരുത്തർക്കും, നമ്മളെ സ്നേഹിക്കുന്നവർക്കും അള്ളാഹു തൗഫീക്ക് കൊടുക്കട്ടെ. യാ ബുനയ്യ അഖിമിസ്സലാ, പൊന്നുമോനെ നിസ്കാരത്തെ നേരത്തിന് നിലനിർത്തണം. പിന്നെ എൻ്റെ പൊന്നുമോനോട് പറയാറുള്ളത് വഅ്മുറു ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ, നല്ലത് മോൻ ഉപദേശിച്ചുകൊണ്ടേയിരിക്കണം, തിന്മയെ വിരോധിക്കുകയും ചെയ്യണം. കാലം എത്ര മോശമായാലും ഈ പണി നിർത്താൻ പാടില്ല. അതിൻ്റെ ഉത്തരവാദിത്വമൊന്നുമല്ല, അതിൻ്റെ ബാധ്യതയല്ല, അങ്ങനെ ചിന്തിക്കാനും പാടില്ല. ഓരോരുത്തരുടെയും ബാധ്യതയിൽപ്പെട്ടതാണ് അവനാൻ്റെ സാഹചര്യ സന്ദർഭം അനുസരിച്ച് കാണുന്ന തിന്മകൾ. ആ തിന്മകൾ അരുത് എന്ന് പറയണം, നന്മകൾ ചെയ്യാൻ പ്രേരിപ്പിക്കണം, നന്മയെ പ്രശംസിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. സ്വാഭാവികമായും ഒരു കാലഘട്ടം വരും, അന്നീ നന്മ കൽപ്പിക്കുന്നവർ തിന്മ വിരോധിക്കുന്നവർ ആക്ഷേപിക്കപ്പെടും. കൽ ഖാബിലി അലൽ ജംറ, ഒരു തീകണൽ പിടിക്കുന്ന പ്രതീതി പോലും നന്മ കൽപ്പിക്കുന്നവർക്കും തിന്മ വിരോധിക്കുന്നവർക്കും അങ്ങനെ അല്ലാഹ് എന്ന് പറയുന്നവർക്കും ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നന്മ പറയുന്നവരെ പരിഹസിക്കപ്പെടുന്ന ഒരു കാലഘട്ടം വരും. ആലിമിനെ പരിഗണിക്കപ്പെടുകയില്ല, ആലിമിനെ പിൻപറ്റപ്പെടുകയില്ല, ആലിമിന്റെ വാക്കിന് വില കൽപ്പിക്കുകയില്ല. പരമാവധി ഉമ്മത്തിനെ ആലിമീങ്ങളിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടം വരും. ആഖിറുസ്സമാനായിരിക്കും, ശ്രദ്ധിക്കണേ എന്ന് അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഅദല്ലാഹ്, അല്ലാഹുവേ നീ കാക്കണമേ അല്ലാഹ്. ആലിമീങ്ങൾ എന്നാൽ യഥാർത്ഥ ഉഖ്റവിയായ ഉലമാക്കൾ അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ്. അമ്പിയാക്കൾ ചെയ്യുന്ന പണിയാണ് അവരിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റഹ്മത്തുള്ളാഹി അലാ ഖുലഫായി, എൻ്റെ ഖുലഫാക്കൾക്ക് അള്ളാന്റെ റഹ്മത്തുണ്ടാകട്ടെ എന്ന് മുത്തുനബി ദുആ ചെയ്തപ്പോൾ സഹാബികൾ ചോദിക്കുന്നുണ്ട്, മൻ ഖുലഫാഉക യാ റസൂലല്ലാഹ്, ആരാണ് നബിയെ നിങ്ങളുടെ പ്രതിനിധികൾ? അവർക്കാണല്ലോ റഹ്മത്തിന് വേണ്ടി ദുആ ചെയ്തത്. അപ്പോൾ പറഞ്ഞു, എൻ്റെ പ്രതിനിധികൾ എൻ്റെ സുന്നത്തിനെ പഠിച്ചവരാണ്, അത് ജീവിതത്തിൽ പകർത്തുന്നവരാണ്, അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ആ നിലയിൽ യഥാർത്ഥ ഉലമാക്കളാ. ആ ഉലമാഇനോട് പുച്ഛം തോന്നുക, ഉലമാഇനെ പരിഗണിക്കാതിരിക്കുക, ഉലമായിൽ നിന്ന് ഉമ്മത്തിനെ അകറ്റാൻ ശ്രമിക്കുക, ഇതെല്ലാം ആഖിറുസ്സമാന്റെ അലാമത്തായി കണക്കാക്കേണ്ടതാണ്. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചതാണ്. അല്ലാഹുവേ നീ കാവൽ നൽകണമേ അല്ലാഹ്. ആമീൻ പറഞ്ഞേക്ക്, അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. എന്നാൽ ഇനി അങ്ങനെയൊക്കെ ഉണ്ടായെന്ന് വിചാരിക്കുക, ഇനി ഉലമാ എന്നാവണമെന്നില്ല. നമ്മൾ തന്നെ ഒരു തിന്മയെ വിരോധിക്കുമ്പോൾ നീ ഒന്ന് പോട്, നിനക്കൊന്നും വേറെ പണിയില്ലേ, ആ കണ്ട് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന രൂപത്തിൽ പറയപ്പെടുന്നൊരവസ്ഥ. സ്വന്തം കുടുംബത്തിൽ പോലും നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുക. ഒരു കല്യാണവുമായി ബന്ധപ്പെട്ട്, ഒരു മിഠായി കൊടുക്കലുമായി ബന്ധപ്പെട്ട്, ഒരു സൽക്കാരവുമായി ബന്ധപ്പെട്ട് പല അനാചാരങ്ങളും ഉണ്ടാകുമ്പോൾ അതിനെതിരെ കുടുംബത്തിലെ കാരണോൽക്ക് പോലും ഒന്ന് പ്രതികരിക്കാൻ പറ്റൂല. നിങ്ങൾക്ക് പറ്റൂല, നിങ്ങൾ പൊയ്ക്കോളി എന്ന് പറയുന്നൊരു ഇല്ലേ ഇല്ലേ. അല്ലാഹു കാക്കട്ടെ. അള്ളാഹു ദീനിനും ദീനിൻ്റെ ചിഹ്നങ്ങൾക്കും ദീനിൻ്റെ നിയമ നടപടികൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്വഭാവം നമുക്കും കുടുംബത്തിനും സമൂഹത്തിനും അള്ളാഹു നൽകട്ടെ.